हेलो दोस्तों, शान स्पोकन हिंदी पर आप सभी का हार्दिक स्वागत है. दोस्तों, നമ്മുടെ 45 ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ 8ാമത്തെ ക്ലാസ്സാണ്. നമ്മുടെ ഓരോ ക്ലാസ്സുകൾ കഴിയും തോറും എന്താണ് ഓരോ ക്ലാസ്സിലും പറയുന്നത്, അതിലൂടെ എത്ര സെൻറ്റൻസുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നത് നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ടതാണ്. ഞാൻ 1-2 ക്രിയകളുടെ മേലെ ഞാൻ പറഞ്ഞു തരുന്ന സെൻറ്റൻസുകൾ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ 1000-10,000 സെൻറ്റൻസുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ ഓരോ ക്ലാസ്സും അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ ക്ലാസ്സും അങ്ങനെ തന്നെയാണ്. അതിലൂടെ തന്നെ കുറച്ച് കൂടുതൽ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. നോക്കൂ, ഇതിൻ്റെ മുകളിൽ ഞാൻ ചാഹിയെ എന്ന് എഴുതിയിട്ടുണ്ട്. ചാഹിയെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് വേണം എന്നുള്ളത്. നോക്കൂ, ഞാനിവിടെ ചാഹിയെ എന്ന് എഴുതിയതിൻ്റെ ഇടത് ഭാഗത്ത് ഞാൻ ക്യാ കൊണ്ടിട്ടാണ്. ക്യാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് എന്ത് എന്നുള്ളത്. അപ്പോൾ ക്യാ ചാഹിയെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് എന്ത് വേണം. ചാഹിയെ എന്ന് പറഞ്ഞാൽ വേണം, ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പോൾ ക്യാ ചാഹിയെ എന്ന് പറഞ്ഞാൽ എന്ത് വേണം എന്നാണെങ്കിൽ ചാഹിയെ കഴിഞ്ഞിട്ടാണ് ഞാൻ ക്യാ കൊണ്ടിട്ടു എങ്കിൽ അതിൻ്റെ അർത്ഥം വരുന്നത് വേണോ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഉച്ചാരണമാണ് ചാഹിയെ ക്യാ. ചാഹിയെ ക്യാ. ക്യാ ചാഹിയെ എന്ന് പറഞ്ഞാൽ എന്ത് വേണം എന്നാണെങ്കിൽ ചാഹിയെ ക്യാ എന്ന് പറഞ്ഞാൽ വേണോ എന്നായി. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ചാഹിയേക്ക വേണോ എന്നുള്ളതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ വേണോ എന്ന് ചോദിക്കുന്നത് ആ വേർഡ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. നോക്കൂ, ഖാന ചാഹിയേക്ക ഭക്ഷണം വേണോ. പേസ ചാഹിയേക്ക പേസ വേണോ. ബൈക്ക് ചാഹിയേക്ക ബൈക്ക് വേണോ. കിതാബ് ചാഹിയേക്ക പുസ്തകം വേണോ. എന്താണോ നിങ്ങൾക്ക് ഇവിടെ വേണോ എന്ന് നമ്മളൊരാളോട് ചോദിക്കുന്നത് ആ വസ്തു ഇവിടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ചാഹിയേക്ക കൂട്ടി പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അത്തരം സെൻറ്റൻസുകൾ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇനി നോക്കി നോക്കൂ, ഇവിടെ ഞാൻ ആപ്കോ എന്ന് എഴുതിയിട്ടുണ്ട്. ആപ്കോ താങ്കൾക്ക്. ആപ്കോ ക്യാ ചാഹിയെ താങ്കൾക്ക് എന്ത് വേണം. താങ്കൾക്ക് ആപ്കോ ക്യാ ചാഹിയെ താങ്കൾക്ക് എന്ത് വേണം. അപ്പോൾ നമ്മൾ പറയുകയാണ് എനിക്ക് എന്ന് വെച്ചിട്ടാണ് നമ്മൾ പറയുക. മുജേ ചാഹിയെ എനിക്ക് വേണം. മുജേ ചാഹിയെ എനിക്ക് വേണം. എന്താണോ വേണ്ടത് ആ വേർഡ് ഇവിടെ ആഡ് ചെയ്ത് പറയാം. അത് ഇംഗ്ലീഷോ ഹിന്ദിയോ ആയിക്കോട്ടെ, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണെങ്കിൽ ആ വേർഡ് ഇവിടെ ആഡ് ചെയ്ത് പറയാം. അതല്ലെങ്കിൽ ഹിന്ദി വേർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ വേർഡ് ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് പറയാം. മുജേ ഖാന ചാഹിയെ എനിക്ക് ഭക്ഷണം വേണം. മുജേ പൈസ ചാഹിയെ എനിക്ക് പൈസ വേണം. ഇനി എനിക്കിവിടെ മുജേ ബുക്ക് ചാഹിയെ, മുജേ ക്യാഷ് ചാഹിയെ, മുജേ ഫുഡ് ചാഹിയെ, മുജേ വാട്ടർ ചാഹിയെ. എന്താണോ നിങ്ങൾക്ക് ഇവിടെ വേണ്ടതെന്ന് പറയുന്നത് ആ വസ്തു ഇവിടെ നമുക്ക് കോമൺ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഹിന്ദി വേർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് നോക്കൂ, നമുക്കിവിടെ യഥാർത്ഥ ക്രിയാരൂപങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, കർണ, ബോൽന, ജാന, പഠന, ആന. നോക്കി നോക്കൂ, കർണ ചെയ്യുക. ഇനി നമുക്ക് നോക്കുക ക്രിയകളുടെ കൂടെ നമുക്ക് എങ്ങനെ ചാഹിയെ കൂട്ടിച്ചേർക്കാം. ക്രിയകളുടെ യഥാർത്ഥ രൂപത്തിൻ്റെ കൂടെ, അതായത് ഞാൻ കൂടിച്ചേർന്നിട്ടുള്ള ഈ ക്രിയാരൂപങ്ങളുടെ കൂടെ അവസാനം ചാഹിയെ കൂട്ടി പറഞ്ഞാൽ മതി. കർണ ചാഹിയെ, അപ്പോൾ ചെയ്യുക എന്നുള്ളത് ചെയ്യണം എന്നായി. ബോൽന ചാഹിയെ സംസാരിക്കണം അല്ലെങ്കിൽ പറയണം. ജാന ചാഹിയെ പോകണം. പഠന ചാഹിയെ പഠിക്കണം. ആന ചാഹിയെ വരണം. നോക്കി നോക്കൂ നമുക്ക് പറയാം. മുജേ കർണ ചാഹിയെ എനിക്ക് ചെയ്യണം. മുജേ ബോൽന ചാഹിയെ എനിക്ക് പറയണം. മുജേ ജാന ചാഹിയെ എനിക്ക് പോകണം. മുജേ പഠന ചാഹിയെ എനിക്ക് പഠിക്കണം. മുജേ ആന ചാഹിയെ എനിക്ക് വരണം. നോക്കൂ, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്കോ വെച്ചിട്ടും നമുക്ക് പറയാം. അപ്പോൾ ഇതുപോലത്തെ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും സ്വയം ഉണ്ടാക്കി ശീലിക്കുക തന്നെ വേണം. അത് ഓക്കെ, ഇനി ഞാനിവിടെ നോക്കി നോക്കൂ, ധ എന്ന് എഴുതിയിട്ടുണ്ട്. ധ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ആയിരുന്നു, ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ധ എന്ന് വെച്ചിട്ട് നമുക്ക് ഈ ചാഹിയേൻ്റെ കൂടെ എങ്ങനെ ചേർക്കാം. ചാഹിയേ ധ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് വേണമായിരുന്നു. കണ്ട, ചാഹിയേ ധ വേണമായിരുന്നു. നോക്കിക്കോ, മുജേ അല്ലെങ്കിൽ ആപ്കോ. മുജേ ചാഹിയേ ധ എനിക്ക് വേണമായിരുന്നു. എന്ത് വേണമായിരുന്നു. നമുക്കിവിടെ പോകണമായിരുന്നു, ചെയ്യണമായിരുന്നു, പഠിക്കണമായിരുന്നു, വരണമായിരുന്നു, സംസാരിക്കണമായിരുന്നു എന്നൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൂട്ടിച്ചേർത്ത് നമുക്ക് പറയാൻ പറ്റും. മുജേ കർണ ചാഹിയേ ധ, മുജേ ബോൽന ചാഹിയേ ധ. കണ്ടോ, അതുപോലെ മറ്റ് സെൻറ്റൻസുകളും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാൻ അവസാനം പറയാൻ പോകുന്ന ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു സ്പോക്കൺ ബുക്കിൽ നിന്നോ നമുക്ക് നെറ്റിൽ നിന്നോ എവിടെ നിന്നും നമുക്ക് കാണാനും പറ്റാത്ത അല്ലെങ്കിൽ പഠിക്കാനും പറ്റാത്ത ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. നോക്കൂ, നമ്മൾ ചാഹിയെ വെച്ചിട്ടാണ്, നമ്മൾ ക്രിയകളുടെ കൂടെ നമ്മൾ ചാഹിയെ വെച്ചിട്ടാണ് നമ്മളൊരു സെൻറ്റൻസ് പറയുന്നത് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കോ എന്നുള്ള ഈ ഒരു അംശം, അതായത് ഈ ഒരു വിഭക്തി, ഈ ഒരു കാരക, ഈ ഒരു ചിഹ്നം നമ്മൾ ഒരു സർവനാമത്തിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് തന്നെ നമ്മൾ പറയണം. അതായത് ആപ്പ് എന്നുള്ളത് താങ്കൾ എന്നാണെങ്കിൽ ആപ്കോ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് എന്നാണ്. അതായത് ചാഹിയെ കൂട്ടിയിട്ടാണ് നമ്മളൊരു സെൻറ്റൻസ് പറയുന്നതെങ്കിൽ കോ ചേർക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് മുജേ എന്ന് പറഞ്ഞത് മേം പ്ലസ് കോ, മേയും കോയും കൂടി ചേർന്നാണ് മുജേ എന്നുള്ളത്. അപ്പോൾ തും പ്ലസ് കോ ആണെങ്കിൽ തുംകോ അല്ലെങ്കിൽ തുംഹേ എന്നാണ് വരിക. തു പ്ലസ് കോ തുജേ, തുജ്കോ അങ്ങനെയാണ് വരിക. അതിൻ്റെ ഒരു ക്ലാസ് ഞാൻ വ്യക്തമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിലോ പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ
പോകുന്ന കാര്യം. ചാഹിയെ വെച്ചിട്ടാണ് നിങ്ങളൊരു സെൻറ്റൻസിൻ്റെ ഒരു ക്രിയകളുടെ കൂടെ നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നതെങ്കിൽ ആപ്കോ എന്ന് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, മുജെ എന്ന് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അത് നമ്മൾ കോ എന്നുള്ളത് ചേർക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ താങ്കൾക്ക് താങ്കൾ ചെയ്യണം, ആപ്കോ കർണ ചാഹിയെ, താങ്കൾക്ക് ചെയ്യണം, അതായത് താങ്കൾ ചെയ്യണം. ആപ്കോ ബോൽന ചാഹിയെ, താങ്കൾ പറയണം. ആപ്കോ ജാന ചാഹിയെ, താങ്കൾ പോകണം. ഓക്കെ, താങ്കൾക്ക് പോകണം എന്നാണ് ഇവിടെ അർത്ഥം, നമുക്ക് താങ്കൾ പോകണം എന്നാണ്. ഓക്കെ, ഇനി അതല്ല, നമ്മൾ താങ്കൾ പോകണം, താങ്കൾ തീർച്ചയായിട്ടും പോകണം, താങ്കൾ വരണം. അതുപോലെ തന്നെ നമ്മൾ വേണം എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. നീ വരണം, നീ എന്ന് പറഞ്ഞിട്ട് നീ വരണം. അതുപോലെ തന്നെ താങ്കൾ വരണം, എൻ്റെ കല്യാണത്തിന് നീ വരണം. എൻ്റെ സ്നേഹം പറയണം, അത് പറയണം, പോകണം. അങ്ങനെ താങ്കൾ ഒന്ന് ഇവിടെ ഇരിക്കണം, താങ്കൾ ഒന്ന് ഇങ്ങോട്ട് വരണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത്തരത്തിൽ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചാഹിയെ കൂട്ടിച്ചേർക്കാതെ, ആപ്കോ മുജെ അതും ചേർക്കാതെ നമുക്ക് നേരിട്ടിട്ട് നമ്മൾ സർവനാമം ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് പറയാം. അതായത് തൂ നീ, തും നിങ്ങൾ, ആപ്പ് താങ്കൾ, ആപ്പ് ബോൽന താങ്കൾ പറയണം, ആപ്പ് ജാന താങ്കൾ പോകണം, ആപ്പ് കർണ താങ്കൾ ചെയ്യണം. അത് ചാഹിയെ വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആപ്പ് കർണ ചാഹിയെ എന്ന് പറയരുത്, ആപ്കോ കർണ ചാഹിയെ, ആപ്കോ കർണ ചാഹിയെ, താങ്കൾക്ക് താങ്കൾ ചെയ്യണം, ആപ്കോ കർണ ചാഹിയെ. ഓക്കെ, അങ്ങനെ വേണം. അതല്ല നിങ്ങൾ ചാഹിയെ ഇല്ലാതെ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വേണം പറയാൻ. തും ജാന നിങ്ങൾ പോകണം, തും ആന നിങ്ങൾ വരണം. നോക്കി ഇവിടെ ജറൂർ ഈ ഒരു വേർഡും കൂടി ആഡ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ആപ്പ് ജറൂർ ആന, താങ്കൾ തീർച്ചയായിട്ടും വരണം. അപ്പോൾ നമ്മൾ പറയണം എൻ്റെ കല്യാണത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും വരണം എന്ന് പറയുമ്പോൾ ആപ്പ് മേരി ഷാദിമേ ജറൂർ ആന, മേരി ഷാദിമേ ആപ്പ് ജറൂർ ആന, തീർച്ചയായിട്ടും വരണം. ഓക്കെ, എൻ്റെ സ്നേഹം പറയണം, മേരാ പ്യാർ ബോൽന അല്ലെങ്കിൽ മേരാ പ്യാർ കഹന, എൻ്റെ സ്നേഹം പറയണം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത്തരത്തിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ചാഹിയെ ഇല്ലാതെ നമുക്ക് പറയാം. നോക്കി നോക്കൂ, മുജെ ബോൽന ചാഹിയെ, എനിക്ക് പറയണം. നോക്കൂ, ഇനി ഞാൻ എന്ത് പറയണം, ഞാൻ എവിടെ പോകണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നീ എവിടെ പോകണം അത് ഞാൻ പറയും, നീ എവിടെ പോകണം, നീ എന്ത് ചെയ്യണം എന്നൊക്കെ. അത്തരത്തിലൊക്കെ പറയുമ്പോൾ നീ ചെയ്യണം. അപ്പം നമുക്ക് തൂ കർണ നീ ചെയ്യണം, തും കർണ നിങ്ങൾ ചെയ്യണം, ആപ്പ് കർണ ഉണ്ടാ. നോക്കൂ, ഇനി ഞാൻ പോകണം, മേ ജാന, മേ കഹാ ജാന, മേ കിധർ ജാന, ഞാൻ എവിടെ പോകണം. മനസ്സിലായ? ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ മുജെ കിധർ ജാന ചാഹിയെ, എനിക്ക് എവിടെ പോകണം, മുജെ കഹാ ജാന ചാഹിയെ, എനിക്ക് എവിടെ പോകണം. നമ്മൾ ഡയറക്റ്റ് ഞാൻ എവിടെ പോകണം, മേ കിധർ ജാന, ഞാൻ എവിടെ പോകണം, മേ കഹാ ജാന, ഞാൻ എവിടെ പോകണം എന്നൊക്കെ ഞാൻ നിശ്ചയിക്കും. മേ കിധർ ജാന, मैं किधर जाना, मुझे कहाँ जाना चाहिए, वो मैं फैसला करूँगा. मैं कहाँ जाना, मैं क्या करना, मैं फैसला करूँगा, അത് ഞാൻ തീരുമാനിക്കും. ഓക്കെ, അത്തരത്തിൽ പറയുമ്പോൾ അപ്പോൾ मैं क्या बोलना, ഞാൻ എന്ത് പറയണം, मैं क्या बोलना, मुझे क्या बोलना चाहिए, എനിക്ക് എന്ത് പറയണം, चाहिए വെച്ചിട്ടാണെങ്കിൽ. അതല്ല मैं क्या बोलना, मैं क्या करना, मैं क्या पढ़ना. നോക്കൂ, അത്തരത്തിൽ പോകും. ഓക്കെ, അപ്പോൾ അത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി. ഇതുപോലെ ഈ പ്രയോഗങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എത്ര സെൻറ്റൻസുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ അത്രയും നിങ്ങൾ പ്രാക്ടീസിലൂടെ നിങ്ങൾ ട്രൈ ചെയ്യുക തന്നെ വേണം. ഓക്കെ, ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലൊക്കെ ആയിട്ട് പഠിച്ചത് വെച്ച് നമ്മൾ ഒന്ന് പറയുവാണെങ്കിൽ, ഇപ്പോൾ നീ അവിടെ പോയിട്ട് പറയണം ഞാനിന്ന് വരുന്നില്ല എന്നുള്ളത്. ഞാൻ ഇന്ന് വരുന്നില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. മേ ആ റഹാഹും എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നു. മേ നെഹി ആ റഹാഹും, ഒരു ഗേൾ ആണെങ്കിൽ മേ നെഹി ആ രഹിയും. ഓക്കെ, ഇനി ഇവിടെ വെച്ച് പറയണമെങ്കിൽ നീ അല്ലെങ്കിൽ താങ്കൾ അവിടെ പോയി പറയണം. ആപ്പ് വഹാം ജാക്കെ, അവിടെ പോയി, ആ വേർഡ് അവിടെ നിൽക്കും, അത് നമുക്ക് പിന്നീട് പഠിക്കാം. ആപ്പ് വഹാം ജാക്കെ ബോൽന മേ നെഹി ആ റഹാഹും, ഞാൻ വരുന്നില്ല എന്ന്. ആപ്പ് ഉധർ ജാക്കെ ബോൽന മേ നെഹി ആ രഹിയും, ഒരു ഗേൾ ആണെങ്കിൽ താങ്കൾ അവിടെ പോയി പറയണം. വേണ്ട, താങ്കൾ അവിടെ പോയി പറയണം. അത് ഇവിടെ എങ്ങനെയാണ് ചാഹിയെ കൂട്ടിയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആപ്കോ ഉധർ ജാക്കെ ബോൽന ചാഹിയെ മേ നെഹി ആ റഹാവും അല്ലെങ്കിൽ മേ നെഹി ആ രഹിയും. ഓക്കെ, ഇത്തരം സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ പഴയ ക്ലാസ്സിലെയും ഓരോ സെൻറ്റൻസുകളും ഈ പുതിയ ക്ലാസ്സിലെ സെൻറ്റൻസുമായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് എത്ര സെൻറ്റൻസുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നോ അത്രയും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ഫ്ലുവൻറ്റോട് കൂടിയിട്ട് തന്നെ ഹിന്ദി സംസാരിച്ചിരിക്കും.